ഹായ് ഓൾ, വെൽക്കം ടു അഡാ 24/7. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വിഷുവായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടൈമർ തരുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ്, അതിൽ സെൻഷിമിസ് ഫ്രീ PDF എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീക്കിലി റൗണ്ട് അപ്പിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മലയാള മാസത്തിലെ ഏതു മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്? മലയാള മാസത്തിലെ ഏത് മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയുമെങ്കിൽ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു ടൈമർ തീരുന്നതിനേക്കാൾ മുന്നേ കമൻറ്റ് ചെയ്യണേ. എന്താണ് ഉത്തരം? ഉത്തരം കിട്ടിയോ? ടൈം കഴിഞ്ഞു. ഉത്തരം എന്താണ്? മേടമാണ് അല്ലേ? മേടം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അല്ലെ? മേടം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ മലയാള മാസത്തിലെ ഏത് മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്? നമ്മുടെ ആൻസർ എന്താണ്? മേടം എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ കാർഷികോത്സവമായി അറിയപ്പെടുന്ന ഉത്സവം ഏതാണ്? കേരളത്തിലെ കാർഷികോത്സവമായി അറിയപ്പെടുന്ന ഉത്സവം ഏതാണ്? വളരെ സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളാണ്. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് ഉത്തരം? എന്താണ്? ടൈമർ തീരുന്നതിനേക്കാൾ മുന്നേ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് നിങ്ങളുടെ കമൻറ്റ് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കേരളത്തിലെ കാർഷികോത്സവമായി അറിയപ്പെടുന്ന ഉത്സവം ഏതാണ്? വിഷുവാണ്. നമ്മുടെ ആൻസർ വിഷു എന്നുള്ളതാണ്. അടുത്തത്: വിഷുക്കണിക്കായി ഉപയോഗിക്കുന്ന പുഷ്പം ഏതാണ്? വിഷുക്കണിക്കായി ഉപയോഗിക്കുന്ന പുഷ്പം ഏതാണ്? ഇതൊന്നും നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിലും ആ ഒരു ടൈമർ തീരുന്നതിനേക്കാൾ മുന്നേ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വിഷുക്കണിക്കായി ഉപയോഗിക്കുന്ന പുഷ്പം ഏതാണ്? ആൻസർ കണിക്കൊന്ന അല്ലെ? കണിക്കൊന്ന എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വിഷു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിഷു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അറിയോ? വിഷു എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് കുറച്ച് പേർക്ക് കുറച്ച് ടൈം എടുക്കും അല്ലെ? എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ല മേ ബി. എന്താണ് വിഷു എന്ന പദത്തിന്റെ അർത്ഥം? എന്താണ് ആൻസർ? തുല്യമായത് എന്നാണ് കേട്ടോ. വിഷു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? തുല്യമായത് എന്നുള്ള ഒരു അർത്ഥമാണ് ഉള്ളത്. ഓക്കെ, അടുത്തത്: മലയാള കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് മേടം? മലയാള കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് മേടം? എത്രാമത്തെയാണ്? മലയാള കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് മേടം? എത്രയാണ്? 1ാമത്തെ മാസമാണ് അല്ലെ? 1 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത്: വിഷുവിന് സമാനമായി ബിഹു എന്ന ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? വിഷുവിന് സമാനമായി ബിഹു എന്ന ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി ബിഹു എവിടെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് പഠിക്കണം. വിഷുവിന് സമാനമായി ബിഹു എന്ന ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? ടൈം കഴിഞ്ഞു. ആൻസർ അസാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. അസാമിലാണ് ആഘോഷിക്കുന്നത്. അടുത്തത്: ഓണത്തെക്കാളും പഴക്കമുള്ള കാർഷികോത്സവം ഏതാണ്? ഓണത്തെക്കാൾ പഴക്കമുള്ള കാർഷികോത്സവമാണ് നമ്മുടെ ആൻസർ. സിമ്പിളാണ് അല്ലേ? നമുക്കറിയാം. ടൈമറിൻ്റെ ഓപ്ഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ അതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓണത്തെക്കാളും പഴക്കമുള്ള കാർഷികോത്സവമാണ് ഏതെന്ന് പറയുന്നത്. ആൻസർ എന്താണ്? വിഷു അല്ലേ? വിഷു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ മറ്റൊരു പേരെന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്തത്: ടൈമർ തീരുന്നതിനേക്കാൾ മുന്നേ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ മറ്റൊരു പേരെന്താണ്? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് ആൻസർ? ആൻസർ കിട്ടിയോ? എന്താണ്?
കർണികാരം. കർണികാരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? കർണികാരം. കർണികാരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിൽ വിഷു ദിനത്തിൽ നടക്കുന്ന വ്യാപാരം കേട്ടിട്ടുണ്ടോ? എന്താന്ന് കേട്ടിട്ടുണ്ടോ? എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിൽ വിഷു ദിനത്തിൽ നടക്കുന്ന വ്യാപാരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്. എങ്കിലും ടൈം തീരുന്നതിനേക്കാൾ മുന്നേ നിങ്ങളൊന്ന് ആൻസർ കമൻറ്റ് ചെയ്യുക. എന്താണ്? വിഷുമാറ്റമാണ് കേട്ടോ. എന്താണ്? വിഷുമാറ്റം. വിഷുമാറ്റം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഭാരതത്തിലെ പഴയ കാർഷിക പഞ്ചാംഗത്തിലെ ആദ്യ ദിനം ആഘോഷിക്കുന്ന ഉത്സവം. ക്വസ്റ്റ്യൻ എന്താണ്? ഭാരതത്തിലെ പഴയ കാർഷിക പഞ്ചാംഗത്തിലെ ആദ്യ ദിനം ആഘോഷിക്കുന്ന ഉത്സവം ഏത്? എല്ലാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? എന്താണ് ഉത്തരം? എന്താണ്? നമുക്കറിയാം വിഷു. വിഷുവാണ് നമ്മുടെ ആൻസർ. അടുത്തത് വിഷുവിനൊപ്പം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. വിഷുവിനൊപ്പം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഹു നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ വൈശാഖി, ഉഗാദി എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ബിഹു, വൈശാഖി, അതുപോലെ തന്നെ ഉഗതി, ഇതൊക്കെ എന്താണ്? വിഷുവിനൊപ്പം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ് ബിഹു, അതുപോലെ തന്നെ വൈശാഖി, അതുപോലെ തന്നെ ഉഗാദി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് എന്നാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് എന്നാണ്? പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് എന്നാണ്? ഏത് വർഷത്തിലാണ്? ഉത്തരം കിട്ടിയോ? 2018 ആണ് കേട്ടോ. 2018 എന്നുള്ളത് അറിയാം. ഒരു ചക്കയുടെ മുകളിൽ ഒന്നെന്തായാലും ഒന്ന് ഓർത്തിരിക്കുക. ഒരു ചക്കയുടെ മുകളിൽ മറ്റൊരു ചക്ക അല്ലേ? ആ ഒരു രീതിയിലൊക്കെ വേണമെങ്കിൽ ഒരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ 2018 കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ചത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ചക്കയുടെ ശാസ്ത്രീയ നാമമാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ചക്കയുടെ ശാസ്ത്രീയ നാമം എന്ത്? ചക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ചക്കയുടെ ശാസ്ത്രീയ നാമം എന്ത്? ആൻസർ കിട്ടിയോ? എന്താണ്? ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നുള്ളതാണ് അല്ലേ? ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നുള്ളതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. എന്താണ്? ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നമ്മൾ വിഷുക്കണിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളായതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത് കേട്ടോ. അടുത്തത് മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വിഷുക്കണിയിലുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ? ചക്ക, മാങ്ങ എന്നുള്ളതൊക്കെ, കണിക്കൊന്ന, ഇതൊക്കെ. അപ്പോൾ മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം അറിയോ? സമയം കഴിഞ്ഞു. മാഞ്ചിഫെറ ഇൻഡിക്ക അല്ലേ? മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മാഞ്ചിഫെറ ഇൻഡിക്ക. മാംഗോ, മാഞ്ചി അല്ലേ? ആ ഒരു കണക്ഷൻ ഇടാം നമുക്ക്. മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എന്താണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം? ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. കാഷിയ ഫിസ്റ്റുല എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടില്ലേ, കണി അല്ലേ, വിഷു കൈനീട്ടം കിട്ടില്ല, ആ ഒരു രീതിയിലൊക്കെ ക്യാഷ് എന്നുള്ള രീതിയിലൊക്കെ ഒരു കണക്ഷൻ കൊടുത്ത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കാഷിയ ഫിസ്റ്റുല, കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം ചോദിക്കുകയാണെങ്കിൽ കാഷിയ ഫിസ്റ്റുല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ എങ്കിലും ഈ ഒരു ടൈം തീരുന്നതിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എല്ലാം കിട്ടിയെന്നൊരു കമൻറ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ
വിഷു പ്രമാണിച്ച് അഡയിൽ വലിയ രീതിയിലൊരു പ്രൈസ് ഡ്രോപ്പാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേരള മെഗാ പാക്കൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭമാണ് ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ. കാര്യം നല്ല ഓഫറിലാണ് അത് കിടക്കുന്നത്. കേരള മെഗാ പാക്ക് എന്ന് പറയുമ്പോൾ കേരള PSC SSC ബാങ്ക് റെയിൽവേ അങ്ങനെ ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേരള മെഗാ പാക്ക്. അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആപ്പിലൂടെ തന്നെ വളരെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അഡ 247 ആപ്പാണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള ഹൈക്കോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഏറ്റവും പുതിയ ബാച്ചാണിത്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുള്ള ബാച്ചാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ. അത് റിമൂവ് ചെയ്യുക. എന്തിനാ റിമൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് വരും. അവിടെ Y670 കോഡ് മറക്കരുത്. Y670 ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ Y670 എന്ന ഫാക്കൽറ്റി കോഡ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് കുറഞ്ഞതായിട്ട് കാണാം. ഇത് അപ്ലൈ ചെയ്ത ഉടനെ എമൗണ്ട് കുറയുന്നതായിട്ട് കാണാം. പിന്നെ ബൈ നൗ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്കത് ബൈ ചെയ്യാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇനി ബുക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ താഴ്ഭാഗത്തായിട്ട് കണ്ടല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റോറിൽ പോവുക. എന്നിട്ട് കേരള ഹൈക്കോർട്ട്. അപ്പോൾ ഈ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ബുക്കിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ എക്സാമിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഒരുപാട് ലീഗൽ ടേംസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ വാങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ബുക്ക് നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. എന്തായാലും കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് Y670 S എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുക കേട്ടോ. നേരത്തെ നമ്മൾ Y670 മാത്രമാണ് പറഞ്ഞത്. ഇതിൽ എന്ത് ചെയ്യണം? Y670 S എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുക. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള മെഗാ പാക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പാക്കാണ്. ഇതൊക്കെ നല്ല പ്രൈസ് കുറവിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ വിഷു പ്രമാണിച്ചാണ്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ഏത് കോഴ്സാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാൻ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കോഡ് മറക്കരുത്. Y670 കോഡ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 670 എന്നുള്ള ഒരു കോഡ് മറക്കരുത്. ബുക്കാണെങ്കിൽ Y670 S എന്ന ഫാക്കൽറ്റി കോഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക്